ഹായ് ഫ്രണ്ട്സ്, നമ്മളെ ഹീറോയിൻ റോസ് നല്ല ക്യൂട്ട് ഗേൾ. അതുമാത്രമല്ല ഒരു കമ്പനീൻ്റെ ബോസ്, അതെ CEO ആണ്. അതുമാത്രമല്ല ഹീറോയി ക്യൂട്ട് ഗേൾ. അതുമാത്രമല്ല ഹീറോയ്ക്ക് കാർട്ടൂൺസ് ഗെയിമെല്ലാം ഉണ്ടാക്കുന്ന കമ്പനീൻ്റെ സിഒൻ്റെ മോളാണ്. അതുമാത്രമല്ല എഡിറ്റിംഗ് കമ്പനിയാണ്. നിറയെ ആപ്പ് കണ്ടുപിടിക്കും, അതെല്ലാം ഉണ്ടാക്കുമായിരുന്നു ഹീറോയിൻ്റെ കമ്പനി. ഹീറോയിൻ ഫേമസ് ആണ്. നമ്പർ 1 ബിസിനസ് കമ്പനിയാണ് ഹീറോയിൻ്റെ. ഹീറോയിൻ അച്ഛൻ പറയാൻ തുടങ്ങി, മോളെ റോസ് നീ എപ്പം മാരേജ് കഴിക്കുമോ? ഡാഡ് എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനായിട്ട് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോയായിരുന്നു. ഹീറോയിൻ്റെ അച്ഛനക്ക് സാഡായിരുന്നു. അയ്യോ എൻ്റെ മോൾക്ക് കല്യാണം കഴിപ്പിക്കായിരുന്നു. അതിന് അച്ഛനക്ക് ഒരുപാട് സാഡാണ്. അമ്മ പറയാൻ തുടങ്ങി, എന്താ ഇവിടെ കല്യാണം കഴിക്കില്ല, അവിടെ പോയിട്ട് നിങ്ങൾ മോളെ റൂം നോക്കുക എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയിൻ്റെ അച്ഛൻ പോയിട്ട് റോസിൻ്റെ വീട്ടിൽ റൂമിൽ തുറന്ന് നോക്കുക. റോസ് റൂമെല്ലാം PTS. അയ്യോ ഇപ്പം എന്ത് ചെയ്യുക, എൻ്റെ മോളൊക്കെ എങ്ങനെ കല്യാണം കഴിപ്പിക്കുക എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ റോസിൻ്റെ അച്ഛനൊക്കെ ഒരു ന്യൂസ് വന്നു. റോസിൻ്റെ അച്ഛനൊക്കെ ഒരു കമ്പനിയുണ്ട്. അതുമാത്രമല്ല ഹീറോയ്ക്ക് നിറയെ കമ്പനിയുണ്ട്. അതിലൊരു കമ്പനി റോസ് നോക്കുകയാണ്. എന്ത് ചെയ്യുക, അതെ റോസിൻ്റെ അച്ഛനൊക്കെ ഒരുപാട് സാഡായിരുന്നു. അതുമാത്രമല്ല റോസിൻ്റെ അച്ഛന് നിറയെ കമ്പനിയുണ്ട്. ടോട്ടല് 10 കമ്പനി, അതെ 10 കമ്പനിയുണ്ട് റോസിൻ്റെ അച്ഛനക്ക്. അതുകൊണ്ട് റോസിൻ്റെ അച്ഛക്ക് ഒരുപാട് കഷ്ടമാണ്. ഈ കമ്പനി നോക്കാൻ വാരിസ് വേണമല്ലോ ഇപ്പം. അങ്ങനെ PTS മെമ്പറിനെ കാണുമ്പോൾ റോസിൻ്റെ അച്ഛനക്ക് ഇങ്ങനെ PTS മെമ്പർക്ക് ഒരുപാട് കഷ്ടമാണ്, കമ്പനിയിൽ ഒരുപാട് കഷ്ടമുണ്ട്, അങ്ങനെ ഇങ്ങനെ പറയുന്നു. ഇത് വായ്പ വെച്ച് ഒരു പ്ലാൻ ഇട്ടായിരുന്നു ഹീറോയിൻ്റെ അച്ഛൻ. ശരി, ഓക്കെ, അങ്ങനെ PTSൻ്റെ അവർ കമ്പനിക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാം. അതിന് മുമ്പ് നിങ്ങൾ കോൺട്രാക്ട് സൈൻ ചെയ്യണം എൻ്റെ അവരോട് ചോദിച്ചായിരുന്നു. ഹീറോയിൻ്റെ അച്ഛൻ ഒരു ബിസിനസ് മാൻ. അതുമാത്രമല്ല നിങ്ങൾക്ക് ഞാൻ പണം തരാം, അതിന് പകരം PTS മെമ്പറോട് മാരേജ് കഴിക്കണം എന്താ അവിടുത്തെ കമ്പനി സിയോനോട് പറഞ്ഞു. അവർ സാർ അത് പറ്റില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. ശരി, നിങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയൊന്നും പറ്റില്ല അങ്ങനെ ഇങ്ങനെ അവർ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അവർ ആയിട്ടുള്ളതാണ്. അതുമാത്രമല്ല സീക്രട്ട് മാരേജ് ആണ്, പിന്നെ റിലീസ് ചെയ്യണം. എൻ്റെ PTS മെമ്പർ ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എൻ്റെ മോക്ക് മാരേജ് കഴിക്കാനും പറഞ്ഞ് അവർ സമ്മതിച്ചില്ലായിരുന്നു. ശരി പോയിക്കോ എന്ന് പറഞ്ഞാൽ ഹീറോയിൻ്റെ അച്ഛൻ PTS മെമ്പറോട് ബാങ്കിങ് കമ്പനി അവർ പറഞ്ഞായിരുന്നു. PTS മെമ്പർ സാഡായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല, ഒരുപാട് കഷ്ടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് PTS മെമ്പർ CEO പറഞ്ഞു, വേറെ വഴിയില്ലപ്പാ, നിങ്ങളെ മാരേജ് സൈൻ ചെയ്ത് മാത്രം നമ്മളെ കമ്പനി ഇത് ചെയ്യാൻ കേട്ടു. അങ്ങനെ 7 പേര് കഴിഞ്ഞാൽ 6 സമ്മതിച്ചില്ലായിരുന്നു. 7 പേര് സമ്മതിച്ചില്ല. അതെങ്ങനെ ഞങ്ങൾക്ക് മാരേജ് കഴിക്കാൻ പറ്റും, പ്ലീസ് പാ കോൺട്രാക്ട് മാരേജ് കഴിക്കും എന്ന് അങ്ങനെ പറഞ്ഞു തന്നു. എങ്ങനെയായിട്ട് അവർ സമ്മതിച്ചായിരുന്നു. ഹീറോയ്ക്കും ഹീറോമാർക്ക് 7 പേർക്കും മാരേജ് ആയി. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അച്ഛാ നിങ്ങൾ എന്താ വെച്ചാൽ പറഞ്ഞത്? ഇല്ല അച്ഛാ, ഇത് ഇങ്ങനെ വെച്ചാൽ സെറ്റാവും. അതുമാത്രമല്ല കോൺട്രാക്ട് മാരേജ് ആണ് കോൺട്രാക്ട് മാരേജ് ഞാനെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ അച്ഛനെ ഒന്നും സമ്മതിച്ച് കോൺട്രാക്ട് സൈൻ ചെയ്യണം. അതുമാത്രമല്ല നിങ്ങൾക്ക് അതെ നിങ്ങൾ മാരേജ് കഴിച്ചോ, നിങ്ങൾ ചിലപ്പോൾ മാരേജ് ലൈഫ് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് എൻ്റെ മോളെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ റിയൽ മാരേജ് കഴിക്കണം എന്ന് അവരോട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് PTS മെമ്പറിനോട് പറഞ്ഞാൽ അതുകൊണ്ട് അവർ സമ്മതിച്ചില്ലായിരുന്നു. അതിനെ കൊണ്ട് ഇഷ്ടപ്പെട്ട ഹീറോയിൻ മാരേജ് ചെയ്യിപ്പിച്ചായിരുന്നു. PTS മെമ്പർ വെച്ച് കോൺട്രാക്ട് മാരേജ് ചെയ്തു. അതുകൊണ്ട് അവർ ഡേയ്സ് പാതാണെങ്കിൽ ഹീറോമാർക്കും ഒന്നുമില്ല. ഹീറോയി പറയാൻ തുടങ്ങി, ശരി ഓക്കെ നിങ്ങൾ ഹസ്ബൻഡ് നിങ്ങളിരുന്നു. PTS മെമ്പർക്ക് ഹീറോയിൻ കാണുമ്പോൾ ടെൻഷനായിരുന്നു. ഇവളെ പണത്തിന് വേണ്ടി നമ്മളെ മാരേജ് കഴിച്ചെന്ന് ഹീറോയിൻ മേലെ ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ നല്ല കെയറിങ് ആയി സംസാരിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. നിങ്ങൾ ഈ റൂമിൽ എടുത്തോ നിങ്ങൾ എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയിൻ റൂം കൊടുത്തായിരുന്നു. അങ്ങനെ 7 പേർക്ക് ഹീറോയിനെ കാണുമ്പോൾ ടെൻഷനായി, ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അതുമാത്രമല്ല ഹീറോയിൻ പണത്തിക്ക് വേണ്ടി ഞങ്ങളെ മാരേജ് ഇവളെ പണത്തിക്ക് വേണ്ടി പല പോലീസുകാർ വലിയ ആളാക്കി ഞങ്ങളെ പേടിച്ച് മാരേജ് കഴിച്ചിരുന്നു. ഹീറോയിനെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഹീറോയിനെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അവർ ഉണ്ടായിരുന്നു. അങ്ങനെ കൊണ്ട് ഹീറോയിനെ എങ്ങനെ ഡിവോഴ്സ് ചെയ്യാമെന്ന് അവർ നിശ്ചയമായിരുന്നു. വേറെ പോയില്ല, പണത്തിന് വേണ്ടി ഞങ്ങൾ മാരേജ് കഴിച്ചത് അങ്ങനെ പറയുന്നു. ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. PTS മെമ്പർ ഹീറോയിൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഹീറോയിനെ ഫോളോ ചെയ്ത് തുടങ്ങി. ഹീറോയിൻ നല്ല ഫ്രണ്ട്സിനും കൂടെ നല്ല എൻജോയ് ചെയ്യുക. അതുമാത്രമല്ല നിറയെ ബോയ്സ് ഫ്രണ്ട്സെല്ലാം ഉണ്ടായി. അതുമാത്രമല്ല ഹീറോയിൻ കുറച്ച് പണം എടുത്തായിരുന്നു. PTS നോക്കിയായിരുന്നു. ബാങ്കിൽ പണം എടുത്തായിരുന്നു. പണം എടുത്തായിരുന്നു. അതിനെ കൊണ്ട് പണത്തെ എടുത്തിട്ട് സംസാരിക്കുക. ശരി, ഇത്ര പണം കൊണ്ടുവരാൻ പോകുന്നു അങ്ങനെ ഇങ്ങനെ സംസാരിച്ചേ. പണം ഇത്ര പണം എടുത്ത് എവിടേക്കാണ് പോകുന്നത്? ഹീറോയിനെ നോക്കുമായിരുന്നു. ഫോളോ ചെയ്ത് പോയായിരുന്നു.
അതൊരു വീട് അത് ഷോപ്പിംഗ് ചെയ്യാൻ തുടങ്ങി ഹീറോയിനെ ഷോക്കായിട്ട് നോക്കാൻ തുടങ്ങി. കുറച്ച് ഗേൾസ് അവരെല്ലാം ഹീറോയിൻ കൂടെ. അത് മാത്രമല്ല ഹീറോയിൻ സെക്യൂരിറ്റി പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഹീറോയിൻ നിറയെ പിന്നെ ഒരു ഷോപ്പൊക്കെ പോയി നിറയെ സാധനം വാങ്ങാൻ തുടങ്ങി. കുട്ടികൾക്ക് സാധനം ചെറിയ ചെറിയ ഡ്രസ്സ് അത് ഇത് നിറയെ സാധനം വാങ്ങാൻ തുടങ്ങി. ഇത് കണ്ട് ഷോക്കായിരുന്നു. ഇവരെന്താ ചെയ്യുന്നത്? അത് മാത്രമല്ല നിറയെ സാധനം ഓർഡർ ചെയ്യുന്നത്. ഒരു ഡ്രഗ് ഇട്ട് കൊണ്ടുപോയി ഹീറോയിൻ കാർ ഡ്രൈവ് ചെയ്ത് പോകാൻ തുടങ്ങി. വീഡിയോസും കുറേ പേര് ഫോളോ ചെയ്ത് ഹീറോയിൻ വന്നായിരുന്നു. ഒരു ഹോസ്റ്റലാണ്. അനാഥ ഹോസ്റ്റൽ. പിള്ളേർ അച്ഛനമ്മില്ലാത്തവർക്കും ബുക്ക് നിറയെ സാധനം കുട്ടികൾക്ക് ലൈൻ സാധനം കൊടുക്കുമായിരുന്നു. ഹീറോയിന് അവിടെ പിള്ളേരെല്ലാം വന്ന് ഹീറോയിനെ ആക്ട് ചെയ്ത് ഈസ് അടിച്ചായിരുന്നു. ഹീറോയിൻ ക്യൂട്ടായി സ്മൈൽ ചെയ്ത് പറയാൻ തുടങ്ങി. കുട്ടികളെ നിങ്ങൾ പഠിച്ചോ? അത് മാത്രമല്ല നിങ്ങൾക്ക് പഠിക്കുന്ന എങ്ങനെ പോകുന്നുണ്ട്? ആ ഞങ്ങൾക്ക് നന്നായിട്ട് പോകുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ബുക്ക് വേണമെന്ന് ചോദിച്ചിരുന്നല്ലേ? ആ അതെ ബുക്ക് തീർന്നു. എവിടെയാണ്? അതിനായിട്ട് ബുക്ക് തീർന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ ബുക്ക് എല്ലാവർക്കും ഓൾറെഡി ബുക്കിൽ വരുന്നുണ്ടല്ലേ? അതെ വരുന്നുണ്ട്. ആ അങ്ങനെ ഹീറോയിൻ ചിരിച്ചിട്ട് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. എല്ലാവർക്കും ടെഡി ബിയർ നിറയെ ഗിഫ്റ്റ് കൊടുത്തായിരുന്നു ഹീറോയിൻ അവിടേക്ക് വരെ അതില്ല. അവിടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ആ ആൻറ്റിക്ക് ഇതാ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ വേണ്ട മാത് ഇല്ല ഇപ്പോഴും നീ കൊണ്ടുതരാം മാത് പണത്തിന് അത് ഇതല്ല പ്രശ്നമൊന്നുമില്ലല്ലേ? ഒരുപാട് നന്ദിയുണ്ട് മോളെ. നീ ഇത് ഹോസ്റ്റലിൽ മീങ്ങില്ല ഇല്ല അവർ വന്ന് പ്രശ്നമാക്കാത്തത് അങ്ങനെ ഹീറോയിനോട് സാഡായിട്ട് പറഞ്ഞായിരുന്നു. അതെ അന്ന ഹോസ്റ്റൽ ഹീറോയിനെ മേങ്ങിയായിരുന്നു. അതുകൊണ്ട് നിറയെ പ്രശ്നം വന്നായിരുന്നു. അങ്ങനെയായിട്ട് അവിടെ കൊടുത്തായിരുന്നു. അതുകൊണ്ട് നിറയെ ഹെൽപ്പ് ചെയ്തായിരുന്നു. അത് മാത്രമല്ല അവിടെ കുറേ അത് മാത്രമല്ല പിന്നെ ഒന്ന് പ്ലേസൊക്കെ ഹീറോയിൻ കുറച്ച് ഡേയ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു സാധനം അത് ഇതെല്ലാം മേങ്ങിയായിരുന്നു. അതെ അവിടെ കുറേ ഗേൾസെല്ലാം ഹീറോയിനെ കമ്പനി ജോലി ചെയ്യുന്നത്. അത് മാത്രമല്ല കുറേ സാധനം മേങ്ങിയായിരുന്നു. അത് മാത്രമല്ല ഹീറോയിൻ നിറയെ ഒരു റിക്വസ്റ്റ് ചെയ്തായിരുന്നു. അത് മാത്രമല്ല ഹീറോയിൻ ജോലി ചെയ്യുന്നത് അതിൽ കുറച്ച് ഉണ്ടായിരുന്നു. അവിടെ മാരേജ് അത് 10 ഗേൾസ്ക്കും 10 ബോയ്സ്ക്കും മാരേജ് ഹീറോയിൻ ചെയ്യിപ്പിച്ചായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട് മാം നിങ്ങളില്ലായിരുന്നു അത്. ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോയിൻ സ്മൈൽ ചെയ്തായിരുന്നു. ഞങ്ങളെല്ലാവരെയും ഒരുപാട് ഹെൽപ്പ് ഒരുപാട് നന്ദിയുണ്ട് മാം. ശരി നിങ്ങളെന്നെ കമ്പനി ജോയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ബോയ്സ്ക്ക് ജോലി ഇല്ലായിരുന്നു. അതെ ഹീറോയിൻ കൂടെ അതെ ഗേൾസ്ക്ക് ബോയ്സ്ക്ക് ജോലി കൊടുത്തായിരുന്നു. ഹീറോയിൻ ചിരിച്ച് സ്മൈൽ ചെയ്ത് അവിടുന്ന് ഹീറോയിൻ പോയി. ഇനിയൊരു BTS മെമ്പർ ഹീറോയിൻ നല്ല കെയറിങ് ചെയ്ത് ഞങ്ങൾ 4 പേർ ഞങ്ങൾ ലവ് ചെയ്തോണ്ട് 10 പേര് ലവ് ചെയ്തായിരുന്നു. അവർ വീട്ടുകാർ സമ്മതിച്ചില്ലായിരുന്നു. ഹീറോയാണ് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അതെ 10 പേരാണ് ഹീറോയ്ക്ക് നന്നായിട്ട് അറിയാം. 10 ഗേൾസ് ഹീറോയ്ക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് ഹെൽപ്പ് ചെയ്താണ് ഹീറോയിൻ ചിരിച്ചിട്ട് പോയി.